ബാപ്പച്ചി എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇറങ്ങി പോകുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു. എന്റെ നൂറെ, താൻ എന്തിനാ ഇങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? ചുമ്മാ രാവിലെ തുറക്കവും കളഞ്ഞു. അയ്യോ അനൂപേ, ഞാനല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഫോൺ എടുത്തില്ലായിരുന്നല്ലോ. എന്നാ പിന്നെ ഇന്നിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. എടുക്കുന്നില്ലല്ലോ. ആരായിരിക്കും വിളിക്കുന്നത്? അവനായിരിക്കും, അല്ലെങ്കിൽ അവന്റെ വാപ്പ. അവൻ തച്ചിൻ്റെ നിന്ന് വിളിക്കുക. ഇനി ചിലപ്പോ മാമിയാണെങ്കിലോ? ഞാൻ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എന്തായാലും എടുക്കാം. വരുന്ന പോലെ വരട്ടെ. നീ എവിടെയാ? നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ പൊക്കിയിരിക്കും. പറടാ, നീ എവിടെയുണ്ട്? പറയാനാ പറഞ്ഞത്. ഹലോ, എന്താടാ? അവളുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ അവൻ ഫോൺ എടുത്തു വാപ്പാ, പക്ഷെ ഒരു അക്ഷരം മിണ്ടിയില്ല, കട്ടാക്കി കളഞ്ഞു. ഉറപ്പാ വാപ്പാ, അവൻ ഇവിടെ എവിടെയുണ്ട്. എങ്കിൽ എളുപ്പമായില്ലടാ. നമുക്ക് രഹസ്യമായി ചന്ദ്രബോസിനെ വിളിച്ച് അവനെ പൊക്കാം. എന്താണ് ലോക്കപ്പ് മുറിയിലെ ഇടിയെന്ന് അവന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതോടെ അവന്റെ പണിക്കുറ്റം തീരും. തീർക്കണം. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, എന്നെ ചതിച്ചിട്ട് അവരെങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. ഒന്നും നടന്നില്ലെങ്കിൽ രണ്ടിനെയും വെള്ളം പൊതിപ്പിച്ച് കിടത്തണം. വെള്ളം. നീ ഒന്ന് അടങ്ങ് നസീറേ. എന്താ വേണ്ടേന്ന് നമുക്ക് ആലോചിച്ച് തന്നെ ചെയ്യാം. ഞാൻ ആ ബോസിനെ ഒന്ന് വിളിക്കട്ടെ. മോനെ, നിന്നെ ഫോണിൽ കിട്ടിയ സ്ഥിതിക്ക് അവരെന്തായാലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മള് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞാലോ? അതുകൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ശാരദാമ്മേ. നസീർ ഖാന്റെ ബാപ്പയ്ക്ക് പോലീസുകാർക്കിടയിൽ നല്ല പിടിപാടാ. പോലീസുകാര് നമ്മളെ ഉപദ്രവിക്കാനും സാധ്യതയുള്ളൂ. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ഒടുവിൽ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നെത്തിയല്ലേ? ഉഗ്രശക്തിയാ. അതിവിടെ വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അതാണ് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ കാണാനില്ല. ഞങ്ങളെ സഹായിക്കണം. എന്ത് പ്രാവശ്യത്തെ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. വന്നു നിന്ന് തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞില്ലേ? അതിൽ കൂടുതൽ ഇനി എന്തു വേണം? പാക്കണം. ചെയ്തു പോയതിനും ധിക്കാരം പറഞ്ഞതിനും എല്ലാത്തിനും മാപ്പ്. എന്റെ കുട്ടികളെ എനിക്ക് കണ്ടെത്തി തരണം. അമ്മയുടെ മനസ്സിൽ തട്ടിയുള്ള യാചനയാ. ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്.
തെറ്റുപറ്റിപ്പോയി. അതിനെന്ത് പ്രായച്ചിത്ത വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങൾ മക്കളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞു. ചങ്കി തട്ടി പറയുന്നു, ഞങ്ങൾക്ക് ഇനി ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. സഹായിക്കണം. അവരില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാനാവില്ല. അവരില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. എടാ നീ അത് ശരി. അപ്പൊ എവനിവിടെ ഉണ്ടായിരുന്നല്ലേ? അത് അപ്പൊ ശാരദ അമ്മ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ? അയ്യോ അല്ല, ഞാൻ പറഞ്ഞിട്ടാ ശാരദാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് അസുഖം ഇത്ര കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ബാലമാമയോടൊപ്പം ഞാനും വരാം. ഞാൻ പോയി അമ്മയെ കണ്ടിട്ട് വരാം. ഒരു കാരണവശാലും നൂർജഹാനെ വിട്ടുകൊടുക്കരുത്. 2 ദിവസം കഴിഞ്ഞാൽ ശാലിനി ചേച്ചി വരുമല്ലോ. എനിക്ക് വാക്ക് തരണം, എൻ്റെ നൂറിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്.